ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59 അധ്യായം 9-10 തിരുവചനങ്ങൾ. അതുകൊണ്ട് ന്യായം ഞങ്ങളോടകന്ന് ദൂരമായിരിക്കുന്നു, നീതി ഞങ്ങളോട് എത്തിക്കൊള്ളുന്നതുമില്ല. ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു, എന്നാലിതാ ഇരുട്ട്; വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു, എന്നാലിതാ അന്ധകാരത്തിൽ ഞങ്ങൾ നടക്കുന്നു. ഞങ്ങൾ കുരുടന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു, കണ്ണില്ലാത്തവരെ പോലെ തപ്പിത്തടഞ്ഞ് നടക്കുന്നു. സന്ധ്യാസമയത്ത് എന്ന പോലെ ഞങ്ങൾ മധ്യാഹ്നത്തിൽ ഇടറുന്നു. ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ പോലെയാവുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59 അധ്യായം 9-10 തിരുവചനങ്ങളിൽ ഒരു കൂട്ടം മനുഷ്യരുടെ ആവലാതിയും പരാതിയും ദൈവത്തോടുള്ള അവരുടെ പ്രാർത്ഥനയുമാണ് നാം കാണുന്നത്. ഇവർ ദൈവസന്നിധിയിൽ പരിതപിക്കുകയാണ്, പരാതിപ്പെടുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ പ്രതീക്ഷകൾക്കെല്ലാം ഭംഗം വന്നിരിക്കുന്നു. അവർ പ്രതീക്ഷിച്ചത് നീതിയാണ്, എന്നാൽ ലഭിച്ചതോ അനീതി. അവർ പ്രതീക്ഷിച്ചത് ന്യായമാണ്, എന്നാൽ ലഭിച്ചതോ അന്യായം. അവർ പ്രതീക്ഷിച്ചത് പ്രകാശമാണ്, എന്നാൽ അവർ പ്രാപിച്ചതോ അന്ധകാരം. അവർ സൗഖ്യം പ്രതീക്ഷിച്ചു, എന്നാൽ അവർ ബലഹീനരായി മരിച്ചവരെ പോലെ ആരോഗ്യമുള്ളവരുടെ മധ്യേ വസിക്കുന്ന അനുഭവം. ചുരുക്കത്തിൽ അവരുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നാണ് അവർ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോട് ചോദിക്കുന്നത്. ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 59 അധ്യായം 1-2 തിരുവചനങ്ങളിൽ ഈ ഒരു കൂട്ടം മനുഷ്യരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ ദൈവം പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ആ ദൈവത്തിൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ ദൈവം കേൾക്കാതെ വണ്ണം അവിടുത്തെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഇവിടെയാണ് നാം ആദ്യം വായിച്ചു കേട്ട ജനങ്ങളുടെ പരാതിക്ക്, ആവലാതിക്ക്, പ്രതീക്ഷകൾക്ക് ഭംഗം വരുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് കാരണം നാം കാണുന്നത്. അവർ അകൃത്യങ്ങളിലും പാപങ്ങളിലും മുഴുകി ജീവിച്ചുകൊണ്ട് നീതിയും ന്യായവും നേരും പ്രകാശവുമൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, മനുഷ്യ, നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതെ, നാം ഏത് വിത്താണോ വിതയ്ക്കുന്നത് അതിൻ്റെ ഒരു തൈയാണ് മുളപൊട്ടി പൊടിച്ചു വരുന്നത്. സത്യം വിതയ്ക്കുന്നവൻ സത്യം കൊയ്യും, നീതി വിതയ്ക്കുന്നവൻ നീതി കൊയ്യും, ന്യായം വിതയ്ക്കുന്നവന് ന്യായം തന്നെ ലഭിക്കും, അന്യായം വിതയ്ക്കുന്നവനോ അത് തന്നെ ലഭിക്കും. ഇത് നാം എല്ലാവരും അറിയുന്ന സത്യമാണ്. ഈ മനുഷ്യർ ദൈവസന്നിധിയിൽ പരിതപിക്കുന്നത് പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നു. ഞങ്ങളിതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. ഞങ്ങൾ പ്രതീക്ഷിച്ച പ്രകാശത്തിൻ്റെ നന്മയുടെ നാളുകൾ ഞങ്ങൾക്ക് ലഭിച്ചില്ല. എന്താണ് ദൈവമേ ഇതിൻ്റെ കാരണം? ദൈവം പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങളാണ്. അകൃത്യമെന്നാൽ കൃത്യമല്ലാത്തത്.
കൃത്യമായി ദൈവം തൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ മനുഷ്യൻ നടക്കേണ്ടുന്ന വഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെല്ലാം വിട്ട് അകൃത്യങ്ങൾ, പാപങ്ങൾ ചെയ്യുമ്പോൾ പ്രതീക്ഷകൾക്ക് ഭംഗം വരുവാൻ കാരണമായിത്തീരുന്നു. ഇവിടെ തിരുവചനം ശ്രവിക്കുന്ന ഓരോ മർത്യനും ഒരു പുനർവിചിന്തനം അത്യാവശ്യമായിരിക്കുന്നു. നാം പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വരുന്നത്? അകൃത്യങ്ങളാണോ? പാപങ്ങളാണോ? ചിന്തിക്കാം, ധ്യാനിക്കാം, യഥാസ്ഥാനപ്പെടാം. ആമേൻ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും നിൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും നിൻ മനം സ്വർഗ സന്തോഷത്താൽ. കാണാതാഴിയിൽ വലയുവോരേ, കരുണയെ കാക്ഷിക്കും മൃതപ്രായരേ. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും.